നമ്മളെല്ലാവരും കൂടെ തിരുമല കോവിലോട്ട് പോവുകയാണ് കേട്ടോ. അച്ഛന് തിരിച്ച് പോകുന്നതിന് മുമ്പ് തിരുമല കോവിലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് അച്ഛനും അമ്മയും ഞാനും കിരണും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് അമ്മ വന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കൊളത്തൂപ്പുഴ അമ്പലത്തിൽ ഇറങ്ങിയാണ് പോകുന്നത്. നമ്മൾ അമ്പലങ്ങളിൽ പോണ വഴിക്ക് പോണ വഴിക്കുള്ള അമ്പലങ്ങളിലെ ഇറങ്ങിയാണ് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആര്യങ്കാവുള്ള അമ്പലത്തിൽ ഇറങ്ങി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഇരിക്കുന്നിടെ ഒരാളെ കണ്ട് നമ്മൾ മേലോട്ട് നോക്കിയപ്പോൾ അടുത്ത ആൾ നിറച്ച് മയിലുകളായിരുന്നു കേട്ടോ അവിടെ. നമ്മളിവിടെയൊക്കെ ഇഷ്ടം കണക്കിനുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു പേടിയുമില്ല. നമ്മൾ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുത്താലും അവിടെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. എല്ലായിടത്തും ഓരോന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അതിനിടയിലാണെങ്കിൽ ഒരെണ്ണം മേളിൽ നിന്ന് ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ കണ്ടുകൊണ്ട് നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ കയറി അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാണിച്ചാൽ തിരുമല കോവിൽ 11 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പേ അവിടെ എത്തണമെന്ന് നമ്മൾ അവിടെ ഒരു ലക്ഷ്യമാക്കിയാണ് പോണത്. അപ്പോൾ അതിന് മുമ്പേ അവിടെ എത്തണമല്ലോ. അങ്ങനെ നേരെ നമ്മൾ തെങ്കാശി ബോർഡർ എത്തിയപ്പോഴേ എൻ്റെ പൊന്നു കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാമോ. നല്ല നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയായിരുന്നേ കാണാൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരുമല കോവിൽ എത്തി. അവിടെ എത്തിയപ്പോൾ അച്ഛന് നടന്ന് തന്നെ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനൊരു കമ്പനി കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഗൈസ്. അച്ഛനാണെങ്കിൽ കയറി പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് തളർന്ന് കുഴഞ്ഞു പോയി കേട്ടോ. 600 എത്രയോ പടിയുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ ഏന്തി വലിച്ചൊക്കെ പോയി. അച്ഛൻ ഇടയ്ക്ക് വെച്ചൊന്ന് സ്ലോ ആയെങ്കിലും പക്ഷേ അച്ഛൻ കയറി പോയി കേട്ടോ. അച്ഛൻ എത്തിയിട്ടുമാണ് ഞാൻ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തൊഴുതൊക്കെ ഇറങ്ങി അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.